ചോറോട് ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം ആയുർവേദ ഡിസ്പെൻസറിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഗിരിജ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് ചോറോട് ഗ്രാമപഞ്ചായത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു വികസന പെരുമഴ ചോറോട് ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു മാഷിപ്പടെ സൂചിപ്പിച്ചതുപോലെ ചെയ്യാൻ അസാധ്യമാണ് എന്ന് കരുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഈ ഒരു ഭരണസമിതിയുടെ കൂട്ടായ്മയായിട്ടാണ്, ആ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇതുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാഷ് പറഞ്ഞതുപോലെ അസാധ്യമാണെന്ന് കരുതിയ നിരവധി കാര്യങ്ങൾ ഈ ഒരു 5 വർഷ കാലഘട്ടത്തിനിടയിൽ ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നാടിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും ചോറോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ കെട്ടിടം നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് കൈനാട്ടിയിൽ നിന്ന് മാറിയപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭരണസമിതിയുടെ കാലത്തൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ആ ജനങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നാണ് നമുക്ക് ആ ഉദ്ഘാടനത്തോടു കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 2022-23 20 ലക്ഷം രൂപ വകയിരുത്തിയത്. വൈക്കിലശ്ശേരി കാളാശ്ശേരി മുക്കിൽ കെട്ടിട നിർമ്മാണം 2024 ഒക്ടോബർ 22 തറക്കല്ലിട്ടുകൊണ്ട് ആരംഭിച്ചു. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ പരിശോധനാ മുറി, നഴ്സിംഗ് റൂം, ഫാർമസി, ഡിസ്പെൻസിംഗ് ഏരിയ, ശൗചാലയം, രോഗികൾക്കാവശ്യമായ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 35 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ഉദ്ഘാടനത്തിന് മുൻപ് മാലോൽ മുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു.
ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഒരു നാടിൻ്റെ ചിരകാല അഭിലാഷമായ ആയുർവേദ ആശുപത്രിയുടെ സ്വന്തം കെട്ടിടം ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളുടെ ഏറ്റവും അവസാനമായി അതിൻ്റെ ഉന്നതങ്ങളിൽ ഈ കണ്ണാശ്ശേരി മലയുടെ താഴ്വാരത്ത് ഒരു തിലകക്കുറി പോലെ ഇനി ഈ ആയുർവേദ ആശുപത്രി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പലർക്കും ഈ ആശുപത്രിയെ സംബന്ധിച്ച് വലിയ ഭയാശങ്കകളുണ്ട്. രോഗികൾ ഇവിടെ എത്തിച്ചേരുമോ, ഇത് നല്ല നിലയിൽ പോകുമോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, ഇവിടെ രോഗികൾ ഒരുപാട് വരട്ടെ എന്ന് ഞാൻ പറയില്ല. കാരണം രോഗം ഉണ്ടാകാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ രോഗം വന്ന് ചികിത്സ ആവശ്യമുള്ള മുഴുവൻ ആളുകളും കൃത്യമായി ഇവിടെ എത്തിച്ചേരും. അവർക്കാവശ്യമായ നല്ല നിലയിലുള്ള ചികിത്സ ഇവിടെ നിന്ന് ലഭ്യമാകും. ഇത് ക്രമേണ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ഹെൽത്ത് സെൻ്റർ എന്ന നിലയിൽ നിന്ന് ആയുർവേദ ആശുപത്രിയായി വികസിപ്പിക്കാനും കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് ചോറോട് ഭരണസമിതിക്ക് ഇപ്പോഴുണ്ട്. NM വിമല, K മധുസൂദനൻ, C നാരായണൻ മാസ്റ്റർ, ശ്യാമള പൂവേരി, ഗീതാ മോഹൻ, ഡോക്ടർ മോഹൻദാസ് MT, ഡോക്ടർ ശിവാന ദാസ്, KM വാസു, KK മോഹൻദാസ് മാസ്റ്റർ, OM അസീസ് മാസ്റ്റർ, KM നാരായണൻ, PK സതീശൻ, PP സുരേന്ദ്രൻ, വിശ്വൻ മാസ്റ്റർ K എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി K സ്വാഗതം പറയുകയും പഞ്ചായത്ത് സെക്രട്ടറി KV സതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരെ ആദരിച്ച് മൊമന്റോ നൽകി. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.